ആ ചേച്ചി. ചേച്ചി, ഇനി ഇത് പറ്റില്ല. ക്ഷമിക്കുന്നതിന് ഒരതില്ലേ? നീ ഞങ്ങളുടെ കൂടെ പേരിലാണ് 60,000 രൂപ ലോൺ എടുത്തത്. 1 രൂപ പോലും അടച്ചിട്ടില്ല. ഇപ്പൊ പലിശയും മുതലും ചേർത്തി 1.5 ലക്ഷം രൂപയായി. ഞാൻ പെട്ടുപോയതാണ്. മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് പഞ്ചായത്ത് അംഗത്തിന് പണം നൽകിയത്. ഇങ്ങനെ പറ്റിക്കുമെന്ന് വിചാരിച്ചില്ല. ആരെ ചേച്ചിനെ പറ്റിച്ചത്? മന്ത്രി PAയും പഞ്ചായത്ത് മെമ്പറും ചേർന്ന് പാതി വിലയ്ക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞു. എത്ര പണം കൊടുത്ത്? 60,000. എൻ്റെ കയ്യിലുള്ള പണവും കുടുംബശ്രീയിൽ നിന്ന് എടുത്ത വായ്പയും ചേർന്നാണ് കൊടുത്തത്. ഇപ്പം വണ്ടിയും ഇല്ല, പണവും ഇല്ല. അപ്പൊ നീ പോലീസിലൊന്നും പരാതി കൊടുത്തില്ലയോ? പോലീസൊക്കെ അവരുടെ ആളുകളല്ലേ, ആ ബലത്തിൽ അവരുടെ കളി. ദുഷ്ടന്മാർ തിന്നാതെയും കുടിക്കാതെ എടുത്തു വെച്ച പണമാണ് പറ്റിച്ചത്. എന്നെ മാത്രമല്ല, 3000-ൽ പരം ആളുകളെ പറ്റിച്ചിരിക്കുന്നത്. കൊടും വഞ്ചകർക്ക് മാപ്പില്ല. കേരളം മാറും, ചിറ്റൂരും.